തനിക്കെന്താ വേണ്ട? അറിയില്ല. എനിക്കറിയില്ല. നിനക്ക് എവിടേക്ക് പോകുന്നു? ഞാൻ പിന്നെ വേറെന്ത് ചെയ്യാനാ? എന്നെ ഒന്ന് സ്നേഹിച്ചൂടെ? എനിക്ക് പറ്റില്ല. അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്ക്. പ്രാർത്ഥിക്കാനോ? എന്തിന്? അത് സ്നേഹിക്കില്ലെന്നല്ലേ പറഞ്ഞേ? എനിക്കൊന്ന് പ്രാർത്ഥിച്ചൂടെ? എനിക്ക് പറ്റില്ല. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പരീക്ഷയാണ്. ഇതും പരീക്ഷണമല്ലേ? എടാ, മനസ്സിൽ ഞാൻ ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചോ, ഉണ്ടെങ്കിൽ വേണ്ട. നിന്റെ നേർച്ച എന്താന്ന് പറ. ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ ഗ്ലാമർ ഇല്ലെങ്കിലും ആള് ഒരു സുന്ദരിക്കുട്ടിയാ. ഇയാള് വേണം ഈ പരിഭാവന പ്രേമം ഒന്ന് ചേർത്ത് വെക്കാൻ. സ്നേഹനിധിയായ ദൈവം. അത് പിന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇയാളുടെ മനസ്സ് ഞാനില്ലെങ്കിൽ. സ്നേഹനിധിയായ ദൈവമേ, നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന നിന്റെ മകനെ അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുമായി അവനെ ചേർത്ത് വെക്കുവാനായിട്ട് അനുഗ്രഹിക്കണമേ. അവന്റെ സ്നേഹം പരിശുദ്ധമായതിനാൽ അവനെ നീ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹം ഉടൻ തന്നെ നടത്തി കൊടുക്കുമാറാകണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി. ആമേൻ, ആമേൻ, ആമേൻ. എന്നോട് ക്ഷമിക്കണം. എന്തിനാ? ഞാൻ ഒരുപാട് ഇയാളെ ശല്യം ചെയ്തിട്ടും ഒരു കാര്യവും മനസ്സിൽ വെക്കാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? ഇയാളെ പ്രേമിക്കാനുള്ള ഒരു അർഹതയില്ല എനിക്ക്. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. എനിക്ക് വേണ്ടി ഇത്രയും ഒരുക്കി പ്രാർത്ഥിച്ചതല്ലേ? ആ പ്രാർത്ഥന നിറവേറ്റാതെ പോയാ ഇയാളുടെ മനസ്സ് ഒരുപാട് വേദനിക്കില്ലേ? അതുകൊണ്ട് ഇയാളുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് ഇയാളെ പ്രേമിക്കുക തന്നെ വേണം.